സമൂഹത്തിൽ വിധവകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള ആചാരങ്ങളും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു സഹോദരി വിധവയാവുക എന്നുള്ളത് അവളുടെ നിർഭാഗ്യമായും അതുപോലെ തന്നെ അതൊരു ദുശ്ശകുനമായുമൊക്കെ വിലയിരുത്തപ്പെടുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ മരണപ്പെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ അവൻ്റെ ഒരു തീരുമാനം എപ്പോഴാണോ ഒരാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് നടക്കും. അതിൽ ആരുടെയെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ ഒന്നും അതിലില്ല. ജനിച്ചവരെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ആരൊക്കെ ഏത് സമയത്ത് കൃത്യമായി മരണം വരിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത് കൃത്യസമയത്ത് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ വിട്ടേച്ചു കൊണ്ടുപോകുമ്പോൾ ആ ഭാര്യമാർ, ആ സഹോദരിമാരാണ് പിന്നീട് വിധവകളായിക്കൊണ്ട് ഗണിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള വിധവകളുടെ കാര്യത്തിൽ ഏറെ കാരുണ്യവും അവരെ ആദരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. കാരണം വിധവ എന്ന് പറയുന്ന ആ സഹോദരിയോട്, അതല്ലെങ്കിൽ വിധവകളെന്ന് പറയുന്ന വിഭാഗത്തോട് പല മോശമായ രൂപത്തിലുള്ള ധാരണകളും പെരുമാറ്റങ്ങളുമൊക്കെ വെച്ചു പുലർത്തുന്ന സമൂഹങ്ങൾ എമ്പാടുമുണ്ടായിട്ടുണ്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ കരിച്ചു കളയുന്ന ചിതയിലേക്ക് ജീവനോടുകൂടി ഭാര്യയും ചാടി മരണം വരിക്കണമെന്നും അങ്ങനെ ചാടി മരിക്കുന്നവൾ പിന്നീട് സതീദേവിയായി പ്രത്യേകമായി സ്ഥാനം നൽകപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരം നമുക്ക് കാണാൻ സാധ്യമല്ല. ആ സമ്പ്രദായം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നിലവിലുണ്ടായിരുന്നു. അതൊക്കെ നിർത്തലാക്കപ്പെട്ടു. എന്നാൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും പുനർവിവാഹത്തിനോ മറ്റൊരു ജീവിതത്തിനോ അവൾ അവകാശിയല്ല എന്ന നിലക്ക് അവളെ ഒരു ഇരുട്ടുമുറിയിലോ അതല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്തോ താമസിപ്പിച്ച് പ്രത്യേകമായ പല രൂപത്തിലുള്ള നിയമങ്ങളും അവളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള പല വിഭാഗങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമികമായി വിധവകളുടെ കാര്യത്തിലും അതുപോലെയുള്ള അഗതികളുടെയൊക്കെ കാര്യത്തിൽ അവഗണിക്കപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ലഘൂകരിക്കുവാനും അവരെ സഹായിക്കുവാനും വമ്പിച്ച പുണ്യമാണ് ഇസ്ലാം ഓഫർ ചെയ്തിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധവകളുടെ കാര്യത്തിൽ, അഗതികളുടെ കാര്യത്തിൽ പ്രത്യേകം സംസാരിച്ചു. അതിൻ്റെ മഹത്വം പറഞ്ഞു. അസ്സാഇ അലൽ അർമിലത്തി വൽ മസാകീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിരന്തരമായി സമരം ചെയ്യുന്ന ഒരു ധീര പോരാളിയുടെ പ്രതിഫലമാണ് അഗതികൾക്കും അതുപോലെ തന്നെ വിധവകൾക്കുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിന് പരിഹാരമാരാഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാളിക്ക് തുല്യമായ പ്രതിഫലമാണ്. അതേ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. വകസ്സായിമിൽ ലദീ ലാ യുഫ്തിറു, ഒരിക്കലും നോമ്പ് മുറിക്കാതെ അഥവാ ഡെയിലി നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. രാത്രിയിൽ നിന്ന് ദീർഘമായി നമസ്കരിച്ചവനെ പോലെ അത്ര പ്രതിഫലം, എന്നും നോമ്പെടുത്തവനെ പോലെയുള്ള പ്രതിഫലം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്ത ഒരു ത്യാഗം വരിച്ച ധീരനായൊരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇതൊക്കെയാണ് അഗതികളുടെയും അതുപോലെ തന്നെ വിധവകളുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണനകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവർക്ക് ഇസ്ലാം ഓഫർ ചെയ്തിട്ടുള്ളത്. അത്രത്തോളം പ്രാധാന്യമാണ് അതിനുള്ളത്. സഹോദരിമാർ പലപ്പോഴും വിധവകളായി മാറുമ്പോൾ അവരുടെ മേൽ സമൂഹം പല രൂപത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. മരണം നടന്നു കഴിഞ്ഞാൽ ആ ഭർതൃവിയോഗത്തിൽ ദുഃഖിക്കുന്ന ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാം അവർക്ക് ചില നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ദീക്ഷാകാലം അതല്ലെങ്കിൽ ഇദ്ദാകാലം അഥവാ മറ്റൊരു വിവാഹത്തിന് അവർ തയ്യാറാകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിന് അനുവദിക്കപ്പെടുന്നത് 4 മാസവും 10 ദിവസവും കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശറാ, ഈ രൂപത്തിൽ ഇണകളെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാർ, അവരുടെ വിഷയത്തിൽ ആ ഭാര്യമാർ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന, അവർ സ്വയം കാത്തിരിക്കട്ടെ 4 മാസവും 10 ദിവസവും എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരങ്ങളുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ അവർക്ക് യുക്തമായ തീരുമാനമെടുക്കാം. 4 മാസം 10 ദിവസത്തിന് ശേഷം വേണമെങ്കിൽ അവർക്ക് വിവാഹത്തിന് സന്നദ്ധരാണെങ്കിൽ അവർക്കത് ചെയ്യാം, അവർക്ക് അനുവാദമുണ്ട്. ഇനി അതല്ല, തൽക്കാലം വിവാഹം വേണ്ടതില്ല എന്നാണോ തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് യുക്തമായ തീരുമാനമെടുക്കുവാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. ഈ 4 മാസം 10 ദിവസം കാലഘട്ടത്തിൻ്റെ ഇടക്ക് അവരോട് ചില നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല നിയമങ്ങൾക്കും ഇസ്ലാമിൽ നമുക്ക് തെളിവ് കാണാൻ കഴിയില്ല. ഭർത്താവിൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട നിമിഷം മുതൽ അവിടെ മുതൽക്കാണ് 4 മാസവും 10 ദിവസവും അവർ കണക്ക് കൂട്ടി ഇദ്ദ ആചരിക്കേണ്ടത്. ഈ ഒരു കാലയളവ് തുടങ്ങുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേകം കുളി, പലപ്പോഴും പറയും നീ പോയി കുളിക്ക്, നീ കുളിച്ചു വാ, എന്നിട്ട് വെള്ള വസ്ത്രം ധരിക്കണം, വെള്ള തന്നെ ഉടുക്കണം. ഇനി വെള്ള കിട്ടാനില്ലെങ്കിൽ വെള്ളയിൽ കുറച്ച് കുത്തും പുള്ളിയൊക്കെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും വെള്ളയായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു വെള്ള വസ്ത്രം ആകെ ധരിപ്പിച്ച്, വെള്ള തട്ടം ധരിപ്പിച്ച്, അങ്ങനെ മുഴുവൻ വെള്ളയാകാൻ അങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുന്ന ആളുകൾ എവിടെയാണ് ഇതിന് പ്രമാണത്തിൽ തെളിവുള്ളത്? അതേ അവസരത്തിൽ അവരോട് ഇസ്ലാം പറഞ്ഞു, തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്ന, അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണല്ലോ ഒരു സ്ത്രീ അവരുടെ സൗന്ദര്യത്തിൻ്റെ എല്ലാം പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ആടയാഭരണങ്ങൾ നിങ്ങൾ അണിയരുത്. ഈ കാലഘട്ടത്തിൽ പളവളപ്പുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട് വിട്ട് പുറത്തു പോകരുത്. അഥവാ പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി രാത്രിയിൽ ഭർത്തൃ വീട്ടിലേക്ക് അഥവാ എവിടെയാണോ താൻ ഇദ്ദ ഇരിക്കുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങി വരണം. ഇതാണ് ഇസ്ലാം അവരോട് പറഞ്ഞത്. സുറുമയിടരുത്, മൈലാഞ്ചി അണിയരുത്, ആ രൂപത്തിലുള്ള അലങ്കാരത്തിൻ്റെയും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുമൊന്നും ഉപയോഗിക്കരുത്. ഇതാണ് ആ വിഷയത്തിൽ അവരോട് പ്രത്യേകമായി നിർദ്ദേശമുള്ളത്. അതിലപ്പുറം അവർ അടുക്കളയിലേക്ക് വന്നുകൂടാ, ഇനി ഫോൺ അറ്റൻഡ് ചെയ്തുകൂടാ. സാധാരണഗതിയിൽ അവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഏത് കളറുള്ള വസ്ത്രവും അവർക്ക് ധരിക്കാമല്ലോ, അതൊന്നും പാടില്ല എന്ന് വിധിക്കുന്നവർ. പുറത്തിറങ്ങിക്കൂടാ, ആകാശത്തേക്ക് നോക്കിക്കൂടാ, ചന്ദ്രനെ കണ്ടുകൂടാ, ഉപ്പ് തൊട്ടുകൂടാ. അതുപോലെ തന്നെ വിധവയായി കഴിഞ്ഞാൽ അവൾ നിർഭാഗ്യവതിയാണ്. അതുകൊണ്ട് തന്നെ അവളൊരു ദുശകുനമാണ്, അവളെ കാണുന്നത് ശകുനമാണ്, ലക്ഷണക്കേടാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കളറിലുള്ള വസ്ത്രവും ധരിക്കാം, എന്നാൽ അലങ്കാര പ്രകടനം ഉണ്ടാകുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കരുത് എന്ന് മാത്രമേയുള്ളൂ. അതുപോലെ തന്നെ അവർ സാധാരണ സംസാരിച്ചിരുന്ന ആളുകൾ അമുസ്ലിമീങ്ങളായ ആളുകളാണെങ്കിൽ പോലും, അമുസ്ലിം സ്ത്രീകൾക്ക് പോലും അവരെ കണ്ടുകൂടാ, വിധവയെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൂടാ, ആണുങ്ങളോട് സംസാരിച്ചുകൂടാ. ഇദ്ദയിലാണെങ്കിലും അല്ലെങ്കിലും അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൻ്റെ വിധികളും വിലക്കുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഇദ്ദാക്കാലത്തും അവർക്ക് സംസാരിക്കാം. വിവാഹം ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ വിവാഹാലോചനകളോ അതിൻ്റെ തുറന്നു പറയലുകളോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ സംസാരം ഉണ്ടാകരുത് എന്നേയുള്ളൂ. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമികമായ നിയമങ്ങൾ. ഇതിലപ്പുറമുള്ള നിയമങ്ങൾ പറഞ്ഞ് അവരുടെ മേൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വൈധവ്യത്തിൻ്റെ ദുഃഖവും ആ ഭാരവുമൊക്കെ ഉള്ളതിൻ്റെ പുറമെ ഈ രൂപത്തിൽ അവരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം ഒരു ജോലി ചെയ്യൽ അനിവാര്യമായ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക, അവർക്ക് ജോലിക്ക് ലീവ് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ജോലിക്ക് വരെ പുറത്തു പോകാം, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാം, മറ്റാരും സഹായത്തിനില്ല, ഡോക്ടറെ കാണാൻ പോകാം.
ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പോകാം. അപ്പോഴൊക്കെ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ പുറപ്പെടേണ്ടത്. പോയാൽ രാത്രിയിൽ അവർ അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചെത്തണം. ഇതൊക്കെ ഇസ്ലാമികമായി ഇസ്ലാമി വിഷയത്തിൽ അവരുടെ മേൽ ഒരുപാട് അവഗണനയുടെ ഒരു ഇരുട്ട് മുറിയിൽ അവരെ തന്നെ ഇങ്ങനെ തളച്ചിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങിക്കൂടാ, മുറ്റത്തിറങ്ങിക്കൂടാ, ആരുമായും കണ്ടുകൂടാ, ആരുമായി സംസാരിച്ചുകൂടാ എന്നൊക്കെ രൂപത്തിലുള്ള ചില പ്രത്യേകമായ നിഷ്കർഷകൾ, നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. എന്നാൽ ഇസ്ലാം പറഞ്ഞിടത്ത് നിൽക്കുക, പറഞ്ഞ കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മോഡേണായി അങ്ങനെ ഒരു 4 മാസം 10 ദിവസവും കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വലസുന്ന അല്ലെങ്കിൽ പലയിടങ്ങളിലേക്കും ടൂർ പോകുന്ന, യാത്ര പോകുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതും ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് പുറത്താണ്. എന്നാൽ ഒരു ഭാഗത്ത് അടച്ചിട്ടുകൊണ്ട് അവരുടെ മേൽ ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ നൂലാമാലകൾ അവരുടെ മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്നതും ഇസ്ലാമികമല്ല. രണ്ടിൻ്റെയും ഇടയിലാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിടത്ത് നിൽക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂട്ടുന്ന, അവരുടെ ദുഃഖം ഘനീഭവിപ്പിക്കുന്ന, ഇരട്ടിക്കുന്ന വർത്തമാനങ്ങൾ അവരുടെ മുമ്പിൽ പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും പറയും, മോളെ നിനക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ സമാശ്വസിപ്പിക്കാൻ പോകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആശ്വാസ വാക്കുകൾ അത്തരം വാക്കുകൾ കൊണ്ട് അരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പോസിറ്റീവ് വശങ്ങൾ, നല്ല കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുക. ആ രൂപത്തിൽ അവരോട് കരുണ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും അവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന ധാരണ അവരിൽ സൃഷ്ടിക്കുന്ന നിലക്കുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളുമാണ് ഉണ്ടായിത്തീരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിലുള്ള കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.